പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാർച്ച് 7 വീഡിയോ ആണ്. വൈകിട്ട് നമ്മൾ നെസ്റ്റോയിൽ പോവുകയാണ്. അപ്പോൾ മാധവിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനം മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഉമ്മൽ ഖോയിനിലാണ്. പക്ഷേ നമ്മൾ ഇടയ്ക്ക് അജ്മാനിലും പോകും. സാധനമൊക്കെ മേടിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ അജ്മാൻ നെസ്റ്റോയിലോട്ടാണ് പോകുന്നത്. അങ്ങനെ വൈകുന്നേരം നമ്മൾ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പോവുകയാണ്. വൈകുന്നേരം അല്ല, ശരിക്കും രാത്രിയായി. ശരിക്കും നല്ല രസമാണ് ഇവിടെ രാത്രിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. കാരണം റോഡിലൊക്കെ നല്ല വെട്ടവും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മുടെ നാട്ടിലെ മാതിരി അല്ല. പിന്നെ ഇപ്പം നമ്മൾ അജ്മാനിലോട്ട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അജ്മാൻ സിറ്റി സെൻറ്ററിൻ്റെയൊക്കെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് നെസ്റ്റോ അജ്മാനിലെ. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഗ്രോസറി ഐറ്റംസ് മേടിക്കാനുണ്ട്. പിന്നെ മാധവന് ഡ്രസ്സ് മേടിക്കാനൊക്കെ ഉണ്ട്. അതിനൊക്കെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ ഫുഡ് അവിടെ ചെന്നിട്ട് കഴിക്കാം എന്നാണ് വിചാരിച്ചിറങ്ങിയിരിക്കുന്നത്. മിക്കവാറും നമ്മൾ അജ്മാനിൽ വരുന്ന സമയത്ത് നെസ്റ്റോയിൽ തന്നെ ഫുഡ് ബുക്ക് ഉണ്ട്. അവരുടെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ കയറി കഴിക്കും. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡിനൊക്കെ. ശരിക്കും നമ്മളെ നാട്ടിൽ ഉള്ള ഫുഡിൻ്റെയൊക്കെ കൂട്ട് തന്നെ അതിലും ടേസ്റ്റ് തോന്നും. പിന്നെ അപ്പോഴത്തേക്കും കുഞ്ഞുവാവ എങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നല്ല തിരക്കാണ്. കാരണം ഇപ്പോൾ ഈ ഒരു സമയം നൊയമ്പിൻ്റെ സമയം, നൊയമ്പ് മുറിക്കുന്ന ആ ഒരു ടൈമൊക്കെ ആയിരുന്നു. പിന്നെ എന്നത്തെ പോലെ നമ്മൾ ഇന്നും പൊറോട്ടയൊക്കെ തന്നെ മേടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അവൻ്റെ സാധനമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി. ഗ്രോസറിയുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്കും നല്ല തിരക്കായി കഴിഞ്ഞായിരുന്നു. ഇത് പിന്നെ മാർച്ച് 8 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കേക്ക് മേടിച്ചത് കേക്ക് ഹട്ടിൽ നിന്നാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ മേടിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചോക്കലാലയുണ്ട് ഉമ്മൽ ഖോയിനിൽ. അപ്പോൾ അവിടെ നിന്നാണ് മേടിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അവിടെ ചെന്നപ്പോഴത്തേക്കും കേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം ആയ കേക്കൊക്കെ ആയിരുന്നു തോന്നുന്നു. ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഉമ്മൽ ഖോയിൻ മാളിനകത്തുള്ള കേക്ക് ഹട്ടിൽ നിന്ന് മേടിച്ചു. അപ്പോൾ നമ്മുടെ കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്യുകയാണ്. ചോക്ലേറ്റിൻ്റെ കേക്കായിരുന്നു. അപ്പം മാധവൻ ഇന്ന് 11 വയസ്സ് ആയേക്കുവാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് ആയിരുന്നു. അപ്പം നമ്മുടെ ചേട്ടൻ്റെ ഫാമിലിയും പിന്നെ ഹസ്ബൻഡിൻ്റെ കസിനും ഒക്കെ ഉള്ളായിരുന്നു. അപ്പം എക്സാമിൻ്റെ ടൈമും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ. അങ്ങനെ നമ്മൾ മാധവിൻ്റെ ബർത്ത്ഡേയുടെ കേക്കും ഒക്കെ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ചെറിയൊരു കുറച്ച് ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ പിള്ളേർക്കൊന്നും കപ്പ ബിരിയാണി ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ പിള്ളേരും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരും ഇന്ന് കപ്പ ബിരിയാണി കഴിച്ചു. അപ്പം നമ്മൾ കേക്ക് മാധവന് കൊടുക്കുന്ന സമയത്തുണ്ട് നമ്മുടെ കുഞ്ഞുവാവയൊക്കെ വന്ന് അതിനിടയ്ക്കൂടെ ഉണ്ട് അവന് ആ കേക്കിൻ്റെ ക്രീമൊക്കെ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ അവനും അതിനകത്ത് നിന്ന് ഇച്ചിരി ചൂഴ്ന്നെടുത്ത് തിന്നു. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ. കപ്പ ബിരിയാണിയും ചിക്കൻ കറിയും ചപ്പാത്തിയും സാലഡും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കപ്പ ബിരിയാണി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ. മാധവന് ഭയങ്കര നാണമാണ് ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നതും അതുപോലെ വീഡിയോ എടുക്കുന്നതും. അതിനാണ് അവനിങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.